ശ്രീരാമജന്മ പുണ്യഭൂമി തിരിച്ചുപിടിക്കാൻ ജീവത്യാഗം ചെയ്ത രാമഭക്ത ദേശഭക്തരായ അനേകം പേരുടെ ബലിദാന സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ജീവാർപ്പണത്തിന് തയ്യാറായി കർസേവയിൽ പങ്കെടുത്തവരുടെ മനസ്സും നിറയുകയാണ്. രാജ്യത്തെ ഉണർത്തിയ ആദ്യ കർസേവയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തവരിൽ ഒരാളായ കെ മേഘനാഥനും അയോധ്യ പ്രാണപ്രതിഷ്ഠ ധന്യമുഹൂർത്തത്തിനുള്ള കാത്തിരിപ്പിലാണ്. കൊച്ചിയിൽ നിന്നുള്ള കർസേവകരെ നയിച്ച് അറസ്റ്റ് വരിച്ച മേഘനാഥൻ അന്ന് 28 വയസ്സായിരുന്നു പ്രായം. അയോധ്യ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ കർസേവയിൽ പങ്കെടുത്ത നിരവധി യോദ്ധാക്കളുണ്ട്. 2 കർസേവകളിൽ 1990 നടന്ന കർസേവയിലും 92 നടന്ന കർസേവയിലും. ആദ്യ കർസേവ 1990 ഒക്ടോബറിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി യുവാക്കളുടെ സംഘങ്ങളുണ്ടായിരുന്നു. ജീവൻ പോലും ത്യജിക്കപ്പെടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയം ഏതുമില്ലാതെ കർസേവയിൽ പങ്കെടുക്കാൻ പോയ ആളുകളാണ് അവർ. അങ്ങനെ അന്ന് 90 ഇവിടുന്ന് ഒക്ടോബറിൽ കർസേവയിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിക്കേണ്ടി വന്ന കെ മേഘനാഥൻ അന്ന് വാഹിനി പ്രമുഖായിരുന്നു. ഇവിടെ നിന്ന് പോയിരുന്ന 32 അംഗ സംഘത്തെ നയിച്ചു പോയിരുന്നതും കെ മേഘനാഥനായിരുന്നു. ഒപ്പം തന്നെ അന്ന് സംഘത്തിൻ്റെ ചുമതലയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശ്രീ മേഘനാഥൻ ചേട്ടൻ കൃത്യമായി തന്നെ മേഘനാഥൻ ചേട്ടൻ നമുക്ക് വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് വേണമായിരുന്നു ആ 90 ആദ്യത്തെ കർസേവയിലാണെങ്കിലും പങ്കെടുക്കുമ്പോൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിരവധി വെടിവയ്പ്പിൽ മരണപ്പെട്ടത് നിരവധി ആളുകളാണ് കർസേവയിൽ പങ്കെടുക്കാനെത്തി. അന്നത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? അന്ന് ഞങ്ങൾ 33 പേരുണ്ടായിരുന്നു. ആ 33 പേര് ഞങ്ങൾ ഇവിടുന്ന് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾക്ക് യാത്രയപ്പ് നൽകി. അവിടെ തമ്പുരാട്ടി, ഒരു കോവിലത്തെ തമ്പുരാട്ടി ഞങ്ങൾക്ക് സിന്ദൂര തിലകമായി കാണിച്ചു. അതിനുശേഷം ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് അദ്വാനിയുടെ രഥയാത്ര ബീഹാറിൽ സമസ്തിപൂരിൽ വെച്ച് തടഞ്ഞു. അദ്വാനിയെ അറസ്റ്റ് ചെയ്തു. അദ്വാനിയെ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. ആ സമയത്ത് അന്തരീക്ഷം വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അന്തരീക്ഷം മാറി, സംഘർഷഭരിതമായി, കലുഷിതമായി. VP സിംഗിൻ്റെ മന്ത്രിസഭക്കുള്ള പിന്തുണ വാജ്പേയി പിൻവലിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളെ ട്രെയിൻ സമയത്തിന് മുൻപായിട്ട് ഞങ്ങൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു തോന്നൽ സംഘാടകർക്ക് ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങളെ മാരിയമ്മൻ ക്ഷേത്രത്തിലോട്ട് മാറ്റി. അതിൻ്റെ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട്. അതിനുശേഷം 3 മണിക്കായിരുന്നു ട്രെയിൻ. 3 മണിക്ക് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഏതാണ്ട് ട്രെയിൻ വരുന്നതിന് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് അറിയിപ്പ് വന്നു, ട്രെയിൻ ക്യാൻസൽ ചെയ്തതായിട്ട് റെയിൽവേ. കാരണം മുഴുവൻ കർസേവരായിരുന്നു, പല ജില്ലകളിൽ നിന്ന് വന്ന കർസേവരായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഭജന പാടി. ഞങ്ങൾ ട്രെയിൻ എന്നുണ്ടാവണം അന്ന് വരെ ഞങ്ങൾ ട്രെയിനിനെ പോവുള്ളൂ, ഇവിടെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. ഏതാണ്ട് 24 മണിക്കൂർ ഇരുന്നു. പിറ്റേ ദിവസമാണ് ട്രെയിൻ ഞങ്ങൾക്ക് അനുവദിച്ചത്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിൽ യാത്രയായിട്ട് 2.5 ദിവസം എടുത്തു. ഇവിടെ ഝാൻസിയിലെത്താൻ യു പിയിൽ ഭോപ്പാൽ വരെ പ്രശ്നമില്ലായിരുന്നു. ഭോപ്പാലിൽ അന്ന് മധ്യപ്രദേശിൽ സുന്ദർലാൽ പട്വ മുഖ്യമന്ത്രി, BJPയുടെ ഗവൺമെൻറ്റാണ്. പിന്നെ അടുത്ത് ഭോപ്പാൽ കഴിഞ്ഞിട്ട് വരുന്നത് ഝാൻസിയാണ്. ഝാൻസിയിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ സ്വീകരിക്കാൻ പോലീസുകാരായിരുന്നു. അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി പ്ലാറ്റ്ഫോം മുഴുവൻ പോലീസായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അറസ്റ്റ് ചെയ്തു. അവർ റെയിൽവേ സ്റ്റേഷനിൽ മാറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നതും എവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് വരിക്കുക, അപ്പുറത്തേക്ക് മറ്റുള്ളതൊന്നും നമുക്ക് ചെയ്യാനില്ല. കാരണം നമ്മൾ മറ്റുള്ള രീതിയിൽ ഉള്ളതില്ല, അല്ല പോകുന്നിടത്തോളം നമ്മൾ പോവുക. അപ്പോൾ അന്ന് ഈ 33 പേര് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ 33 പേരുടെ സംഘമാണ് ഈ ഭാഗത്ത് നിന്ന് മേഘനാഥൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ പോയിരുന്നത്. അവരെല്ലാവരും തന്നെ ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് വരിച്ച് അവരെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 30ഓളം പേർ അന്നേരം ഒന്നിച്ച് തന്നെ നിന്നു. ഞങ്ങൾ അവിടെ നിന്നും ബസ്സിന് പല ജയിലുകൾ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഒരു 3-4 ജയിലിൽ കൊണ്ടുപോയപ്പോൾ ആ ജയിലുകളെല്ലാം ഫില്ലായിരുന്നു, കർസേവരെ കൊണ്ട് നിറഞ്ഞു. പിന്നീടുള്ളത് അവിടെ നിന്ന് സമന്തരം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ഏതാണ്ട് 50-55 കിലോമീറ്റർ ഞങ്ങൾ ഈ വണ്ടിക്ക് സഞ്ചരിച്ചു. ആ സമന്തരം എന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു, റാണ രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന ഒരു പേരുള്ള കോളേജ്. ആ കോളേജ് ഞങ്ങളിട്ടു. അപ്പോൾ ഞങ്ങളിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കർഷകർ വന്നു തുടങ്ങി. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് 900-ഓളം കർഷകർ അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആ ഒരു വെടിവയ്പ്പിലേക്ക് നയിച്ച സംഭവമൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ആ ഒരു നിരവധി പേർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ടി വിയിൽ കൂടി കാണുന്നുണ്ട്, കോത്താലി സഹോദരന്മാർ മുകളിൽ കയറുന്നതും
അവർ വെടിവെച്ചിടുന്നതും പിന്നീട് അനിയൻ കയറി കിട്ടുന്നതും അനിയനെ വെടിവെച്ചിടുന്നതും അങ്ങനെ ആ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തും വെടിവെപ്പ് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ തങ്ങിയ സ്ഥലത്തും ഞങ്ങൾ താമസിച്ച് ഞങ്ങളെ കൊണ്ടിട്ടിരുന്ന ജയിലിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ജയിലുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അവിടെ ബാഗെല്ലാം പരിശോധിച്ചു പോലീസുകാർ. ബാഗ് പരിശോധിച്ചപ്പോൾ ആ ബാഗിൽ നമ്മളുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു കർഷകൻ്റെ ബാഗിൽ ഒരു ചുരിക എന്തോ ഉണ്ടായിരുന്നു. അത് ആ പോലീസുകാരനെടുത്തു. ആ പോലീസുകാരെടുത്തപ്പോൾ അവിടെ വെച്ച് അവർ തമ്മിൽ പിടി വന്ന് ആ സമയത്ത് അവിടെ ഉന്തും തള്ളുണ്ടായി. പോലീസുകാരായിട്ട് പ്രശ്നമുണ്ടായി. അവിടെ വെടിവെപ്പ് വന്നു. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ആ സംഭവത്തിൽ. അത് ഞങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശങ്കയായി. കാരണം ഇനിയിപ്പോൾ മൊത്തം പ്രശ്നമാകുന്നു. പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയ സ്ഥലത്ത് കാര്യമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായില്ല. അതുപോലെ തന്നെ എന്നിട്ട് ഈ വലിയ തോതിൽ നമ്മളവിടെ എത്തിച്ചേർന്നു, കർസേവയ്ക്കായി തയ്യാറെടുത്തു. അതിനുശേഷം 92 വീണ്ടും കർസേവ നടക്കുന്നു. അതൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് തന്നെ എത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഇപ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അയോധ്യയിൽ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷത്തിലാണ്. അന്ന് ആദ്യ കർസേവയിൽ തന്നെ പങ്കെടുത്ത ഒരു ധീരനായ വ്യക്തി, അന്നത്തെ ചെറുപ്പമാണ്, 27 വയസ്സിലാണ് വേണാഞ്ചേട്ടൻ ഇതിൻ്റെ ഭാഗമായി മാറിയത്. ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രം ഒരുങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത? നമുക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം അന്ന് നടക്കാതിരുന്ന സംഭവമാണ്. അത് നടക്കാതിരുന്നത് തീരുമാനമാണോ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും അന്ന് കർഷകര UP എന്ന് പറയുന്ന സംസ്ഥാനത്തേക്ക് അയോധ്യയിലേക്ക് എത്തിക്കുക. അന്ന് എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ സംഖ്യ ഈ അയോധ്യയിലെ ഈ കർസേവ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ അയോധ്യയിലേക്ക് വരിക. അപ്പോൾ ഏതാണ്ട് UPയുടെ ജനജീവിതം തന്നെ സ്തംഭിച്ച രീതിയിലായിരുന്നു അന്നത്തെ കർസേവ. അതിനാ മുലായം സിംഗ് ഗവൺമെൻറ്റാണ് നേരിട്ടത്. മുലായം സിംഗ് ഗവൺമെൻറ് മാക്സിമം ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ഉപദ്രവിച്ചു. പബ്ലിക് ടാപ്പിലെ വെള്ളം പോലും ഇല്ലാണ്ടാക്കി. കാരണം അത് കിട്ടരുത് എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ഒരുപാട് ദ്രോഹങ്ങൾ കർഷകരായിട്ട് ചെയ്തു. എന്നിട്ടും അന്ന് പതാക ഉയർത്താനും ചെറിയതായിട്ട് കർഷകം നടത്താനും സാധിച്ചുവെങ്കിൽ പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ അഭിമാനകരമായിട്ടുള്ളൊരു മുഹൂർത്തം, അതായത് ഭാരതത്തിൻ്റെ മേലുണ്ടായിരുന്ന ആ അപമാന സ്തംഭം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മുകളിൽ ഒരു കറുത്ത പൊട്ടായ വൈദേശികതയുടെ ഒരു ഭാഗം തന്നെയായി മാറിയ ആ സ്തൂപങ്ങൾ തകർന്നടിയുമ്പോൾ അതിൽ ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ആ ധീര യോദ്ധാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് വലിയ ഒരു യാത്ര അയപ്പായിരുന്നു ഓരോ ഭാഗത്തു നിന്നും ഈ കർഷകർക്ക് അന്ന് ലഭിച്ചത്. കാരണം തിരിച്ചു വരുമെന്ന യാതൊരു ഉറപ്പുമില്ലാതെയാണ് അവർ പോകുന്നത്. ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടാണ് കർഷകയുടെ ഭാഗമായി മാറാൻ തയ്യാറാകുന്നത്. അങ്ങനെയാണ് അമ്മമാർ പ്രായമായവരുമെല്ലാം അവരെ യാത്രയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഇവരുടെയെല്ലാം മനസ്സുകൾ മേഘനാഥൻ ചേട്ടനെ പോലുള്ള ലക്ഷക്കണക്കിന് കർഷകരുടെ മനസ്സുകൾ തുടിക്കുന്നതും ആ ധന്യ നിമിഷത്തെക്കുറിച്ച് തന്നെയാണ്. ക്യാമറാമാൻ രാജേഷ് രാജനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.